നമസ്കാരം. ഇന്ന് നമ്മൾ വീഡിയോ കാണിക്കുന്നതേ ഈ ചിക്കൻ കാരിയിൽ നമുക്ക് ഡൈ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് കളക്ഷനാണ്. അപ്പം ഇതിൻ്റെ റോ ഫോം ഇതാണ് വരണേ. ഇതാണ് ചിക്കൻ കാരിയിൽ ലെഹങ്ക. ഇതിപ്പോൾ വൈറ്റ് ബ്രൈഡൽ വെഡ്ഡിങ് അങ്ങനെ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് നമുക്കൊരു ഒക്കേഷൻസിലേക്ക് ഇപ്പം ശരിക്കും ഇത് ലെഹങ്ക കൂടുതലായിട്ട് നമ്മളിപ്പം ഈ ലാസ്റ്റ് ചെയ്ത് എന്നാന്നോ US ഒരു കസ്റ്റമർക്ക് അവരുടെ എന്തോ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് ഏജ് കാറ്റഗറി ഇല്ല അവിടേക്കൊക്കെ ലെഹങ്ക സെറ്റ് ചെയ്യാനായിട്ട് ഫുൾ ചിക്കൻ കറിയാണ്. നല്ല ഭംഗിയുള്ള വെരി ക്ലാസി ആയിട്ടുള്ള ഒരു റണ്ണിങ് മെറ്റീരിയലാണിത്. അതിൻ്റെ 16 പാനൽ അല്ലെങ്കിൽ 18 പാനൽ വന്നിട്ടുള്ള ലെഹങ്ക സെറ്റുകളാണിത്. അപ്പോൾ ഇത് ഡയബിളാണ്. നമ്മളുടെ ഒരു ഡ്രസ് കോഡ് അനുസരിച്ച് ഡബിൾ കളറിലോ ത്രിബിൾ കളറിലോ സിംഗിൾ കളറിലോ എങ്ങനെ വേണമെങ്കിലും ഡൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഞാൻ നമ്മളുടെ ഒരു കറക്റ്റ് കൽഹാര പിങ്ക് ചെയ്തായിരുന്നു. അത് ഒരു അസാധ്യമായിട്ടുള്ള ഭംഗിയുള്ള ഒരു മോഡൽ കൂടിക്കാണ് ചെയ്തത്. അത് നമ്മളുടെ ഇവിടെ മോഡലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ബാക്കിൽ നിന്ന് എടുത്തിട്ടൊന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത് തരാം. അപ്പോൾ അതെ ഇതാണ് ചിക്കൻ കാരി വിത്ത് ബോർഡർ പേസ്ലി മോട്ടീഫ് ഫുൾ ത്രെഡ് വർക്ക് വിത്ത് 0 സൈസ് ടിക്കി 0 ടിക്കിയിൽ വന്നിട്ടുള്ള ആ ഒരു ഷൈനിങ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 6046 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഇതിലേക്ക് ടോപ്പിൻ്റെ മെറ്റീരിയൽ ഉണ്ട്. ടോപ്പ് വരുന്നുണ്ട്. ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ. അപ്പോൾ ഈ ഒരു കളർ ടോൺ തന്നെ ഇങ്ങനെ നമുക്ക് നമ്മളുടെ ഏത് പാറ്റേണും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് 1 മീറ്ററിന് മേലെ ഉണ്ട് മെറ്റീരിയൽ. ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, കണ്ടോ. സ്ലീവ് വേണമെങ്കിൽ ഇത് ചെയ്യാം, ഫ്രണ്ടും ബാക്കും ഇത് ചെയ്യാം, അല്ലെങ്കിൽ സ്ലീവ് ഇത് ചെയ്യാം. ഏത് ഡിസൈനിലും നമുക്ക് ചെയ്തെടുക്കാം. അതുകൂടാതെ ഇത് വേണമെങ്കിൽ നമുക്ക് അനാർക്കലിയും ചെയ്തെടുക്കാം. ഞാനിത് അനാർക്കലി ആയിട്ടും സെറ്റ് ചെയ്തായിരുന്നു. അപ്പം യോക്ക് പോർഷനിലേക്ക് ഇത് കൊടുത്തു, സ്ലീവ് ഇത് കൊടുത്തു. എന്നിട്ട് ഇത് ദുപ്പട്ട കണ്ടോ, നല്ല ഭംഗിയാണ്. ഫുൾ ഒരു നല്ല പാർട്ടി വെയർ ആയിട്ട് നമുക്കിപ്പോൾ വിരുന്നിന് ഇപ്പം പെൺകുട്ടികളുടെ ഫിക്സേഷന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ഇത് ഡബിൾ കളറിലും ത്രിബിൾ കളറിലൊക്കെ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടൊരു ചിക്കൻ കാരിയിലേക്ക് നല്ല ബ്രൈറ്റ് കളറ്, അല്ലെങ്കിൽ ഡ്രസ് കോഡ് ചെയ്യാനായിട്ട്, ബാപ്റ്റിസം ചെയ്യാനായിട്ട്, അനാർക്കലി ചുരിദാർ സെറ്റ് ചെയ്യാനായിട്ട് ഒക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ വന്ന മൾട്ടി പർപ്പസ് ആയിട്ട് വരുന്ന തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ ഇതിൻ്റെ ഈ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇത് കസ്റ്റമർ ഓർഡറിലേക്ക് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടോ, നല്ല റൂബി പിങ്ക് കളറാണ് ഇതിൻ്റെ അവരുടെ കളർ തീമായിരുന്നത്. ഇതാ ഈ ഒരു രീതിയിലേക്ക് സീക്വൻസ് വർക്ക് വരുന്ന ഡിസൈൻസ് ഉണ്ട്. പിന്നെ മിറർ വർക്ക് വരുന്നുണ്ട്. ഇത് വന്നു, ഇത് ദുപ്പട്ട വന്നു. ഈ ഒരു റൂബി പിങ്ക് കളറിലേക്കൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ സ്റ്റേജിൽ ഒരു എൻഗേജ്മെൻറ്റിനായാലും റിസപ്ഷനിലായാലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വരുന്നതാണ്. ദുപ്പട്ട നല്ല നീളവും വീതിയൊക്കെ ഉണ്ട്. ദാവണി പോലെയും ചെയ്തെടുക്കാം. പിന്നെ ഇത് ഡബിൾ കളറിലേക്കും ഡൈ ചെയ്തെടുക്കാം. അതിൻ്റെ തന്നെ വേറെ ഒരെണ്ണം നമ്മൾ ചെയ്തിരിക്കുന്നതാണ് നല്ല പൗഡർ ബ്ലൂ ഷെയ്ഡിലേക്ക്. ഇത് ഡയബിൾ സാരിയാണ്. ഇതിന് ചിക്കൻ കാരി സാരി ലെഹങ്കയുടെ ആണോ ഞാൻ കാണിച്ചത്. ഇത് കഴിഞ്ഞിട്ട് ഇത് ചിക്കൻ കാരിയിലേക്ക് നമുക്ക് സാരി വരുന്നതാണ്. ഫുൾ ഈ ഒരു ബ്ലൂ കളറിലേക്ക് മാമുദിസയ്ക്ക് ഇങ്ങനെ ഏറ്റവും കൂടുതൽ സെറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു കളറിൽ ഫുൾ ചിക്കൻ കാരി ത്രെഡ് ഇങ്ങനെ പിൻ ചെയ്തിട്ട് വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് പാറ്റേൺ ചെയ്ത്. ഇനി ഇതിലേക്ക് എന്തെങ്കിലും ഹാൻഡ് വർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ ഇപ്പോൾ പോലും ഇത് അങ്കമാലിലേക്ക് കളർ കോഡ് അനുസരിച്ച് ഡൈ ചെയ്തിട്ട് സാരി ഫാമിലിക്ക് മൊത്തമായിട്ട്, അപ്പോൾ സിസ്റ്റേഴ്സിന് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുക്കാം പിള്ളേർക്ക്. അപ്പോൾ റണ്ണിങ് മെറ്റീരിയലിൽ നിന്ന് നമുക്ക് മെറ്റീരിയലും ഡൈ ചെയ്തിട്ട് അങ്ങനെയാണ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതും ഡയബിളായിട്ടുള്ള സാരിയാണ്, അതല്ലേ. ഈ സാരിയാണ് ഇത് ഡൈ ചെയ്തത്. നമുക്ക് ഉള്ളി ത്രെഡ് ഗോൾഡൻ കസവിൻ്റെ ആൻറ്റിക് ഗോൾഡിൻ്റെ ത്രെഡല്ല സോറി ജെറിയിൽ വന്നിട്ട് മാറ്റ് ഫിനിഷിംഗ് ആണിത്. അപ്പോൾ അതിനെ ഡൈ ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ഒരു ലുക്കാണിത്. ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഏത് കളർ കോഡ് വേണമെങ്കിലും സെറ്റാക്കാം, അല്ലെങ്കിൽ ഡബിൾ കളറായിട്ടും ഡൈ ചെയ്ത്
സെറ്റാക്കാം. ഫുൾ ഇങ്ങനെ നീംജെറി കൺസെപ്റ്റാണ് ഇതിന്. ഇതാ ഇങ്ങനെ ഇതിൻ്റെ ഓരോ ബ്രൈറ്റ് ആയിട്ടുള്ള കളറും പേസ്റ്റൽ കളറും ഡസ്റ്റി കളർ ഏത് വേണമെങ്കിലും നമുക്ക് ഡൈ ചെയ്തെടുക്കാം. ബ്ലൗസ് പീസ് ഇങ്ങനെ പോകും. ഇതിപ്പോൾ ഡൈ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇരിക്കുന്ന ഒരു ഫോമാണ്, കസ്റ്റമർ പീസാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഒറ്റ കളറിലേക്ക് ഒരു 5 സാരി വേണമെങ്കിൽ പെട്ടെന്ന് വേണം എന്ന് ഉണ്ടെങ്കിൽ അതിപ്പം അത്രയും സ്റ്റോക്ക് അവൈലബിൾ അല്ലെങ്കിൽ ഇങ്ങനെ ഡൈ ചെയ്തെടുക്കലാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ കളറാണ് വേണ്ടെങ്കിലും ത്രിബിൾ കളറാണ് വേണ്ടെങ്കിലും സിംഗിൾ കളറിലേക്കാണ് വേണ്ടെങ്കിലും നമുക്കൊരു ഡൈ ചെയ്തെടുക്കാനായിട്ട് ഒരു 2-3 ഡേയ്സിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒക്കേഷൻസിലേക്കൊക്കെ പൂണൂളിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എല്ലാവരും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.